അധികാരങ്ങളേറെ, പക്ഷേ ആധികാരികത ഏറെ കുറവ്. അങ്ങനെയുള്ള ആളുകളുടെ എണ്ണം പെരുകുന്നതല്ലേ ഒരു നാടിൻ്റെ ഏറ്റവും വലിയ ശാപം എന്നൊക്കെ പറയുന്നത്. യേശുവിനെക്കുറിച്ച് ജനക്കൂട്ട് ഇങ്ങനെ അമ്പരപ്പോടുകൂടി പറഞ്ഞു, മറ്റുള്ളവർ പോലെയല്ല ഈ മനുഷ്യൻ എന്ത് അധികാരത്തോടു കൂടിയാണ് സംസാരിക്കുക, എന്ത് അധികാരത്തോടു കൂടിയാണ് ഈ മനുഷ്യൻ ജീവിക്കുക. രണ്ട് തരത്തിലുണ്ട് അധികാരം. ഒന്ന്, പുറത്തുനിന്ന് വരുന്ന അധികാരം, സ്ഥാനമാനങ്ങൾ നൽകുന്ന അധികാരം. രണ്ട്, അകത്തു നിന്നുള്ള അധികാരം. അകത്തുനിന്നുള്ള അധികാരം എന്ന് പറയുന്നത് ഒരാളുടെ സംശുദ്ധ ജീവിതം നൽകുന്ന ആർജവത്വത്തിൻ്റെ ആധികാരികത. അതുള്ളവർക്ക് നെഞ്ചു വിരിച്ച് കണ്ണിൽ നോക്കി സത്യം പറയാൻ പറ്റും. അങ്ങനെ പറയാൻ കഴിയുന്ന ആളുകളുടെ എണ്ണം വളരെ കുറഞ്ഞു പോകുന്നു. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മാറുക. അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കി ആദ്യത്തെ ഒരു ചോദ്യം ചോദിക്കണം. അകത്തുള്ള അധികാരം ഉണ്ടോ? വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സെമിനാരിയിൽ പഠിക്കുമ്പോൾ ഒരു ജീസസ് യൂത്ത് പ്രവർത്തകൻ സംസാരിക്കാൻ വേണ്ടി വന്നു. സെമിനാരിക്കാർ പുറത്തുനിന്ന് ഒരാൾ പ്രസംഗിക്കാൻ വരുമ്പോൾ ഘനീഭവിച്ച കരിമേഘങ്ങൾ പോലെ അങ്ങനെ നിൽക്കും. പ്രത്യേകിച്ച് വല്ലാത്തൊരു ഉദാസീനതയുടെ മുഖാവരണങ്ങളോടുകൂടി. ഇയാൾ പ്രസംഗിച്ചു തുടങ്ങിയപ്പോൾ ഘനീഭവിച്ച കരിമേഘങ്ങളായിട്ട് തന്നെ നിൽക്കുന്നു. പക്ഷെ പതുക്കെ പതുക്കെ കരിമേഘങ്ങളിൽ നിന്നും ഒരു മഴപ്പെയ്ത്ത് ആരംഭിച്ചു. കൃപയുടെ കൊടും മഴപ്പെയ്ത്ത് കാലമാണ്. എല്ലാവരും പുതിയൊരു സ്നാനമേറ്റ പോലെയാണ്. ടോക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇറ്റ് വാസ് സോ വണ്ടർഫുൾ മാൻ, ഇറ്റ് വാസ് സോ ഇൻസ്പയറിങ്, സോ ടച്ചിങ്, ഹൗ കുഡ് യു ഡു ദാറ്റ്. അദ്ദേഹം എന്നോട് ചോദിച്ചു, യു നോ ഫാദർ, ഐ വാസ് നോട്ട് പ്രീച്ചിങ് അബൌട്ട് ക്രൈസ്റ്റ്, ഐ വാസ് പ്രീച്ചിങ് ക്രൈസ്റ്റ്. ഞാൻ ക്രിസ്തുവിനെ കുറിച്ചല്ല പ്രസംഗിച്ചത്, ഞാൻ ക്രിസ്തുവിനെ പ്രസംഗിക്കുകയായിരുന്നു. അതങ്ങനെ പറയണമെങ്കിൽ ഒരു ആധികാരികത വേണം, ഒരു ആർജവത്വം വേണം. ഈ ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നതിന് കുറച്ച് അറിവ് കുറിച്ചെടുത്ത് കുറുക്കി കാച്ചി അവതരിപ്പിച്ചാൽ മാത്രം മതി. പക്ഷേ ക്രിസ്തുവിനെ പ്രസംഗിക്കണമെങ്കിൽ ക്രിസ്തു അകത്തുണ്ടായിരിക്കണം. വൃദ്ധനായൊരു വൈദികന് സെൻഡ് ഓഫ് സമയത്ത് യുവാവ് ഇങ്ങനെ പ്രസംഗിച്ചു, ഞങ്ങളുടെ ഈ അച്ഛൻ അധികമൊന്നും പ്രസംഗിച്ച് കണ്ടിട്ടില്ല, പക്ഷേ ഞാൻ കേട്ടിട്ടുള്ള ഏറ്റവും സുന്ദരമായിട്ടുള്ള വചനം അച്ഛൻ്റെതായിരുന്നു. കാരണം അച്ഛൻ്റെ പ്രസംഗം അച്ഛൻ്റെ ജീവിതമായിരുന്നു. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് ഗാന്ധി പറഞ്ഞു. അപ്പോൾ അടുത്തൊരു ചോദ്യമുണ്ട്, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്ത്, നിങ്ങൾക്ക് നെഞ്ചു വിരിച്ച് ഒരാളുടെ കണ്ണിൽ നോക്കി അതാ എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറയാൻ സാധിക്കുമോ? അത് സാധിക്കാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഇനി കുടുംബജീവിതത്തിലേക്ക് വരിക. കുടുംബങ്ങളിലൊക്കെ ആധികാരികത വളരെ കുറഞ്ഞു വരികയാണ്. മക്കളുടെ മുമ്പിൽ അകത്ത് ഇരുട്ടെല്ലാം മറച്ചു വെക്കാൻ പെടാപ്പാട് പെട്ടിട്ട് വെളിച്ചത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന മാതാപിതാക്കളുടെ എണ്ണം കൂടിപ്പോവുകയാണ്. അതല്ലേ പ്രശ്നം എന്ന് പറയുന്നത്. മനിലയിൽ എൻ്റെ താമസക്കാരൻ ധനാഠ്യനായ ഒരു മനുഷ്യൻ അയാളുടെ ടീനേജ് മകനുമായിട്ട് എൻ്റെ മുറിയിൽ വരുന്നു. അവൻ ഉറഞ്ഞുപോയ മഞ്ഞുമല പോലെയായിരുന്നു. ഇയാൾ എന്നോട് പറയുന്നു, ഇഫ് പോസിബിൾ ടോക്ക് ടു ഹിം ആൻഡ് ഇഫ് പോസിബിൾ കറക്റ്റ് ഹിം. പറ്റുമെങ്കിൽ സംസാരിക്കുക അച്ഛൻ, പറ്റുമെങ്കിൽ അവനെ നന്നാക്കുക. അയാൾ മുറിവിട്ട് പോയി. എന്തൊരു മനുഷ്യനാണ്. ഞാൻ പറഞ്ഞല്ലോ, മകൻ മഞ്ഞുമല പോലെ അങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്നൊന്നും ഒരുങ്ങുന്ന ലക്ഷണമില്ല. ഞാൻ ഇന്ത്യൻ രീതിയിൽ ചായയൊക്കെ തയ്യാറാക്കി കൊടുത്തു. സൗഹൃദത്തിൻ്റെ ഊഷ്മളത തട്ടിക്കഴിഞ്ഞപ്പോൾ പതുക്കെ മഞ്ഞുമല ഉരുകാൻ തുടങ്ങി. അപ്പോൾ ഞാൻ മനസ്സിലാക്കി, അവൻ മഞ്ഞുമലയല്ല, അഗ്നിപർവ്വതമാണ്. അകത്ത് തളം കെട്ടി നിൽക്കുന്ന ലാവ പ്രവാഹമായിട്ട് പുറത്തേക്ക് ഇങ്ങനെ വമിച്ചുകൊണ്ടിരിക്കണം, പൊള്ളിപ്പിക്കുന്ന വിധത്തിൽ. അവൻ എന്നോട് ചോദിക്കുന്നു, വാട്ട് ഡു യു നോ അബൌട്ട് മൈ ഡാഡ്? എൻ്റെ അപ്പനെക്കുറിച്ച് എന്തറിയാം? ഞാൻ പറഞ്ഞു, എല്ലാ ദിവസവും പള്ളിയിൽ വരുന്നുണ്ട്, എല്ലാ ചർച്ച ഓർഗനൈസേഷൻസിലും അംഗത്വമുണ്ട്, അതുപോലെ തന്നെ നല്ല ഡൊണേഷൻ നൽകുന്നതൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അത്രയൊക്കെ അറിയാൻ പാടുള്ളൂ. അപ്പോൾ അവൻ ചോദിക്കുന്നു, വാട്ട് എൽസ്? വേറെ എന്തറിയാം? ഞാൻ പറഞ്ഞു, വേറെ ഒന്ന് അറിഞ്ഞുകൂടെ മോനെ. അവൻ സ്വരം ഉയർത്തി പറഞ്ഞു, ദാറ്റ് ഡേർട്ടി ഫെലോ, ആ വൃത്തികെട്ട മനുഷ്യൻ എൻ്റെ അമ്മയെ എന്നും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അറിയോ? അറിയില്ല മോനെ. ആൻഡ് ദാറ്റ് ഡേർട്ടി ഫെലോ, ആ വൃത്തികെട്ട മനുഷ്യൻ ഒരുപാട് സ്ത്രീകളുടെ പിന്നാലെ നടക്കുന്നയാളാണ്. അറിയോ? അറിയില്ല. ആൻഡ് ദാറ്റ് ഡേർട്ടി ഫെലോ, ആ വൃത്തികെട്ട മനുഷ്യൻ ഒരു ചീറ്റാണ്, ആബ്സലൂട്ട് ചീറ്റ്. അറിയോ അത്? എനിക്ക് അറിഞ്ഞുകൂടെ മോനെ. എന്നിട്ട് ഇവൻ പറയുന്നു, എങ്കിൽ അങ്ങനെയാണ്, മഹാവൃത്തികെട്ട മനുഷ്യനാണ് എൻ്റെ അപ്പൻ. എല്ലാ വൃത്തികേട് ചെയ്തതിന് ശേഷം കുറേ പുസ്തകങ്ങളായിട്ട് വരും, വിശുദ്ധരുടെ ജീവചരിത്രമാണ് എൻ്റെ മുന്നിലിട്ടിട്ട് പറയും, മൈ സൺ ലേൺ ഫ്രം ദം, പഠിക്കുക. ഇനി അവൻ എൻ്റെ മുഖത്തേക്കൊന്ന് കനപ്പിച്ച് നോക്കി, പൊള്ളുന്ന മൗനം. അവൻ സ്വരമുയർത്തി പറയുന്നു, വെൻ ഇൻ ഫാക്ട് മൈ ലിവിങ് ഡാഡ് ഈസ് എ ഡെഡ് എക്സാമ്പിൾ, ഹൗ ക്യാൻ ഐ ലേൺ ഫ്രം ദ ഡെഡ് സെയിൻസ്? എൻ്റെ ജീവിക്കുന്ന അപ്പനൊരു ചത്ത മാതൃകയായി മാറുമ്പോൾ ഈ മരിച്ച വിശുദ്ധരിൽ നിന്ന് എന്താ ഞാൻ പഠിക്കേണ്ടത്? മിയാ കുൾപ്പ, മിയാ മാക്സിമ കുൾപ്പ എന്ന് ആര് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്? എൻ്റെ വിഴ, എൻ്റെ വലിയ വിഴ.
നെഞ്ചത്ത് ഏതോ ഒരു കരം വന്ന് അലയ്ക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മാതാവേ, പിതാവേ, വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളുടെ മക്കൾ നിങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് നിങ്ങളൊരു ചത്ത മാതൃകയാണ് എന്ന് പറയേണ്ട അവസ്ഥ ഉണ്ടാകുന്നുണ്ടോ? ആധികാരികത നഷ്ടപ്പെടുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുക. ഭാര്യ ഭർത്താവിനോട് സങ്കടം പറയുകയാണ്, നമ്മുടെ മകൾക്ക് ഇതെന്ത് പറ്റി? അന്യഗ്രഹ ജീവിയെ പോലെ പെരുമാറുന്ന അവൾ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല, ഒന്നും അനുസരിക്കുന്നില്ല, മൈൻഡ് പോലും ചെയ്യുന്നില്ല. അവളെ നല്ല മോളാക്കാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഭർത്താവ് ശാന്തനായിട്ട് പറഞ്ഞു, അമ്മ, മോള്, നീ നല്ല അമ്മയാവുമ്പോൾ അവൾ നല്ല മോളായി മാറും. ഞാൻ നല്ല അപ്പനാവുമ്പോൾ, നീ നല്ല അമ്മയാവുമ്പോൾ മക്കൾ നല്ല മക്കളായി മാറും. അതല്ലേ ശരി? അത് ശരിയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എക്സെപ്ഷൻസ് ഉണ്ടാകാം, പക്ഷേ നല്ല അപ്പനും അമ്മയ്ക്കും നല്ല മക്കളാണ് സാധാരണഗതിയിൽ പിറക്കുക. അപ്പോൾ മക്കൾ വഴിതെറ്റിപ്പോയി എന്ന് നിങ്ങൾ വിലപിച്ചു തുടങ്ങുമ്പോൾ ഓർത്തേക്കണം, നിങ്ങളറിയാതെ തന്നെ നിങ്ങൾക്ക് വഴിതെറ്റിയിട്ടുണ്ടാകാം. നിങ്ങൾക്ക് വഴിതെറ്റിയത് കൊണ്ടായിരിക്കാം കുഞ്ഞിപ്പോൾ തെറ്റായ വഴിയിൽ നടക്കുന്നത്. അവൻ്റെ ജീവിതം തോന്നിയ അക്ഷരങ്ങളായി മാറിപ്പോയത് നിങ്ങളുടെ ജീവിതം പൊളിയക്ഷരങ്ങളായി നിങ്ങൾ പൊളിച്ചെഴുതിയത് കൊണ്ടായിരിക്കണം. ഇതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടില്ലെങ്കിൽ ചിന്തിച്ച് നോക്കുക. ഇനി മക്കൾക്കും ഉണ്ടാകണം ആധികാരികത എന്നൊക്കെ പറയുന്നത്. ഒരാൾ അയാളുടെ സ്വത്തിൽ വലിയൊരു ഭാഗം അയാളെ രോഗാതീതനായി കിടക്കുന്ന സമയത്ത് ശുശ്രൂഷിച്ച ഒരു മെയിൽ നേഴ്സിന് ആ യുവാവിനെ എഴുതി വെച്ചു. സ്വന്തം മകന് ചെറിയൊരു ഭാഗം മാത്രം. മകൻ കോപിച്ചു. മകൻ ചോദിക്കുന്നു, അതെന്ത് ഇങ്ങനെയൊക്കെ ചെയ്തത്? നിങ്ങളല്ലേ എനിക്ക് ജന്മം നൽകിയത്? അയാൾ കൂളായിട്ട് പറഞ്ഞു, ശരിയാണ്, ഞാനാണ് ജന്മം നൽകിയത്, അതിലെനിക്ക് റിഗ്രറ്റൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ നിനക്ക് ജന്മമൊക്കെ നൽകി, പക്ഷെ ഒരു വട്ടമെങ്കിലും നീ മകനായിട്ട് ജനിച്ചിട്ടുണ്ടാ? ഒരു നല്ല മകനായിട്ട് നീ എപ്പോഴെങ്കിലും ജനിച്ചിട്ടുണ്ടാ? ഇതൊരു പൊള്ളിക്കുന്ന ചോദ്യമാണ്. ഈ രക്തബന്ധം കൊണ്ട് നിങ്ങൾ മകനായിരിക്കാം, മകളായിരിക്കാം. നിങ്ങളുടെ അപ്പന്, അമ്മയ്ക്ക് നിങ്ങൾ എപ്പോഴാണ് യഥാർത്ഥ കുഞ്ഞായിട്ട് നിങ്ങൾ തന്നെ പിറന്നിട്ടുള്ളത്? ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തി നോക്കുക. ആധികാരികത ഉള്ളവർക്കേ ശരിയായ മക്കളെപ്പോലെ ജീവിക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ രക്തബന്ധം മക്കളായി എന്ന് കഥ പറഞ്ഞുകൊണ്ടിരിക്കും, പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ ആ കഥ അത്രക്കങ്ങ് അർത്ഥപൂർണ്ണമല്ലാതായി മാറും. അടുത്തത് ദാമ്പത്യ ബന്ധങ്ങളിലേക്ക് വരിക. അതിനും വേണമല്ലോ ഒരു ആധികാരികത. ഭാര്യ ഭർത്താവിന് മുമ്പിൽ ഹൃദയം പൊട്ടി കരയുകയാണ്. അവൾ പറയുകയാണ്, നിങ്ങൾ എന്നെ കെട്ടിയതുകൊണ്ട് നിങ്ങളെൻ്റെ കെട്ടിയവനാകുന്നില്ല, ഞാൻ കെട്ടിയോളം ആകുന്നില്ല. നിങ്ങൾ കെട്ടിയ കെട്ടുതാലിയിൽ ഞാൻ കെട്ടിക്കിടന്ന് വല്ലാതെ തകർന്ന് ശ്വാസം മുട്ടി ചത്തൊടുങ്ങാൻ തുടങ്ങുകയാണ്. അങ്ങനെയാണെങ്കിൽ പറയുക, നിങ്ങളുടെ ഈ കെട്ടുതാലി തന്നെയാണോ, അല്ലെങ്കിൽ ഇതൊരു ആരാച്ചാരുടെ കയറാണോ? ഇനി നിങ്ങൾ കെട്ടിയാനാണോ അല്ലെങ്കിൽ ആരാച്ചാരാണോ? ഈ ചോദ്യം പല വീടുകളിലും മുഴങ്ങുന്നുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുവാൻ നമുക്കാർക്കും സാധിക്കാറുമില്ല. അവിടെ വേണം ആധികാരികത. ഒരാൾ കെട്ടിയത് കൊണ്ട് കെട്ടിയാനാവുന്നില്ല, കെട്ടിയതുകൊണ്ട് കെട്ടിയാളും ആകുന്നില്ല. ആധികാരികത വേണം. സംശുദ്ധമായ സമർപ്പണം, സ്നേഹം. അതില്ലാതല്ലേ വലിയ പ്രശ്നമായിട്ട് മാറുക. അവസാനമായിട്ട് നമ്മളുടെ സഹോദരി സഹോദര ബന്ധങ്ങളിൽ അതിലും ഒരു ആധികാരികത വേണം. ഒരമ്മ പെറ്റു എന്നതിൻ്റെ പേരിൽ ഒരുമ വരണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഒരു രക്തബന്ധമില്ലെങ്കിലും ആത്മബന്ധം കൊണ്ട് അങ്ങേറ്റ അത്ഭുതം പോലെ ജീവിക്കുന്ന മനുഷ്യരൊക്കെയുണ്ട്. നിങ്ങളെങ്ങനെയാണ്? നിങ്ങൾ സ്വന്തം സഹോദരങ്ങളോട് വേണ്ടത്ര അടുപ്പം കാണിക്കുന്നുണ്ടോ? ആധികാരികത ഉള്ളവർക്കേ യഥാർത്ഥ അടുപ്പം കാണിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ നഗരപ്രാന്തത്തിലുള്ള ഒരു പള്ളിയിൽ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കൊച്ചച്ഛനായിരുന്നു. ഒരു യുവാവ് വന്നിട്ട് പറഞ്ഞു, വഴിത്തർക്കം ചേട്ടനുമായിട്ട് ഒന്ന് പരിഹരിച്ചു തരണം, സംസാരിക്കണം. ചേട്ടനെ വിളിച്ചു. ഒരു ബുധനാഴ്ച വരാമെന്ന് പറഞ്ഞു. പക്ഷേ സമയം ആയിട്ടും വരേണ്ട ആൾ വന്നില്ല. അപ്പോൾ ഈ അനുജൻ പറഞ്ഞു, ഇയാൾ വഴിമുടക്കിയാണ്, എപ്പോഴും വഴി തർക്കം മാത്രമേ ഉള്ളൂ, തർക്കം പരിഹരിക്കണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല, വഴി മുടക്കുകയാൾ, അതുകൊണ്ട് വരില്ല, ഒന്നും കൂടി ട്രൈ ചെയ്യും. വിളിച്ചു. അപ്പോൾ പറഞ്ഞു, വ്യാഴാഴ്ച വൈകുന്നേരം വന്നേക്കാം, തിരക്ക് കൊണ്ട് മറന്നുപോയതാണ്. വിശ്വസിച്ചു. വരണമെന്ന് ഉറപ്പിച്ച് പറഞ്ഞു, വരാമെന്ന് ഉറപ്പിച്ച് പറഞ്ഞു. പക്ഷേ വ്യാഴാഴ്ച രാവിലെ അനുജൻ ഒരു ബൈക്ക് അപകടത്തിൽ മരിച്ചു. വൈകുന്നേരം മീറ്റിംഗ് പറഞ്ഞ സമയത്ത് ഫ്യൂണറലാണ്, ശവസംസ്കാര കർമ്മത്തിന് വേണ്ടി ഞാൻ തന്നെ ചെല്ലുന്നു. ഈ ചേട്ടൻ അനുജൻ്റെ മൃതദേഹം കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ് പൊട്ടിച്ചിതറി അവിടെ എങ്ങനെ ഇരിക്കുകയാണ്. അയാൾ വിളിച്ചു പറയുന്നു, മോനെ, വീടും വേണ്ട, പുരയിടവും വേണ്ട, വഴിയും വേണ്ട, ഒന്നും വേണ്ട, നീ ഒന്ന് ജീവിതത്തിലേക്ക് വന്നാൽ മതി. മൃതദേഹത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്ന നിങ്ങൾ
തിരികെ വരിക എന്ന് പറഞ്ഞാലും മരിച്ചാലും തിരികെ വരില്ലല്ലോ. അതുകൊണ്ട് ജീവിതത്തിൽ ജീവിക്കുന്ന നേരത്ത് സ്നേഹത്തിൻ്റെ ആധികാരികത കൊണ്ടുവരിക. ആ ആധികാരികത കൊണ്ടുവന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരു ബലമുണ്ട്. നമ്മൾ പുറത്തുള്ള ബലങ്ങളൊക്കെ കൂട്ടിച്ചേർത്തിട്ടും എന്തുകൊണ്ടാണ് ബലഹീനത ഫീൽ ചെയ്യുന്നത്? അകത്ത് ബലമില്ല. സംശുദ്ധ ജീവിതത്തിൻ്റെ, കരുണയുടെ, സ്നേഹത്തിൻ്റെ ബലമില്ല. അതുകൊണ്ട് വെറുതെ ഇങ്ങനെ അപ്പൊപ്പം താടി പോലെ, അല്ലെങ്കിൽ ഏതോ കാറ്റത്ത് പറന്നു പോകുന്ന പതിര് പോലെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി, കുറച്ചുകൂടി ബലം ഉള്ളിൽ കൊണ്ടുവരിക, ആധികാരികത വീണ്ടെടുക്കുക. നല്ല യാത്ര നേരുന്നു.